ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം തുടങ്ങിയെന്ന് ഇസ്രായേലി സേന അറിയിക്കുന്നു. ആക്രമണം ഉണ്ടാകുമെന്ന് അമേരിക്കൻ മുന്നറിയിപ്പുണ്ടായിരുന്നു. പിന്നാലെയാണ് സ്ഥിരീകരണം. അതിനിടെ ടെൽ-അവീവിൽ ഭീകരാക്രമണം ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടും വരികയാണ്. ടെൽ-അവീവിലെ ജാഫയിൽ വെടിവെപ്പുണ്ടായി എന്നുള്ളതാണ് വിവരം. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് റിജിൽ രാജ് ചേരുകയാണ്. റിജിൽ, പശ്ചിമേഷ്യ വലിയ ഭയത്തോടു കൂടിയാണ് ഈ അമേരിക്കൻ മുന്നറിയിപ്പ് കേട്ടത്. അവിടെ ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എവിടെയാണ് നിലവിൽ വെടിവെപ്പൊക്കെ ഉണ്ടായിട്ടുള്ളത്? അക്ഷയ, പശ്ചിമേഷ്യ കൂടുതൽ കലുഷിതമാവുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ കരയുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഇസ്രായേൽ ആരംഭിച്ചിരുന്നു. ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് കരയുദ്ധം ആരംഭിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇറാന്റെ വലിയ പിന്തുണ ഹിസ്ബുള്ളയ്ക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിരന്തരമായി ഇറാനെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്തായാലും ഇസ്രായേൽ കരയുദ്ധം തുടങ്ങിയതിന് പിന്നാലെയാണിപ്പോൾ ഇസ്രായേലിനെതിരെ തന്നെ ഇറാൻ നേരിട്ടുള്ളൊരു ആക്രമണത്തിന് കോപ്പുകൂട്ടുന്നത്. ആദ്യഘട്ടം എന്ന നിലയിൽ ഒരു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഇറാൻ ആരംഭിച്ചുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായോ എന്ന കാര്യത്തിൽ ഇപ്പോൾ എന്തായാലും വ്യക്തതയില്ല. എന്തായാലും ആക്രമണം തുടരും. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഒരു മുന്നറിയിപ്പ് അമേരിക്ക നൽകിയിരുന്നു. ഇറാൻ വലിയ രീതിയിൽ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട ഇസ്രായേലിലെ ജനവാസ കേന്ദ്രങ്ങളെ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടൊരു ആക്രമണം വരെ ഉണ്ടായേക്കാമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു. മാത്രമല്ല, ഇറാൻ ആക്രമണം നടത്തുകയാണെങ്കിൽ കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ ഈ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ചുകൊണ്ടാണ് കടുത്ത പ്രത്യാഘാതം എന്ന് പറയുമ്പോൾ അമേരിക്കൻ സഹായം ഇസ്രായേലിന് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണോ? തീർച്ചയായിട്ടും അമേരിക്ക ഈ ഘട്ടത്തിലെല്ലാം തന്നെ പരസ്യമായോ അല്ലെങ്കിൽ അല്ലാതെയോ തന്നെയും വലിയ സഹായം ഇസ്രായേലിന് നൽകുന്നുണ്ട്. ഇസ്രായേലിനെ പരസ്യമായി തള്ളിപ്പറയാൻ എന്തായാലും അമേരിക്ക തയ്യാറായിട്ടുമില്ല. മാത്രമല്ല, അമേരിക്കയിലെ പൗരന്മാർക്ക് സുരക്ഷിതരാവാനുള്ള ഒരു മുന്നറിയിപ്പും നേരത്തെ തന്നെ അമേരിക്ക നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹിസ്ബുള്ളയ്ക്കെതിരായ ആക്രമണത്തിന്റെ തുടക്കഘട്ടം മുതൽ തന്നെ അതൊരു കരയുദ്ധത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ വലിയ പിന്തുണ ഹിസ്ബുള്ളയ്ക്ക് നൽകുന്നത് ഇറാനാണെന്ന വാദം അമേരിക്കയും ഉയർത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനൊരു പിന്തുണ എല്ലാ ഘട്ടത്തിലും അമേരിക്ക നൽകുന്നുണ്ടായിരുന്നു. അതെന്തായാലും ഈ യുദ്ധം പശ്ചിമേഷ്യ സാഹചര്യം കൂടുതൽ സംഘർഷഭരിതമാക്കുന്നതിനാണ് വഴിവെച്ചിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ എന്തായാലും ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ നിമിഷം പുറത്തുവരുന്നത്.